ചെറുകുന്നിലമരുന്ന ശ്രീ അന്നപൂർണേ തിരുമുന്നിൽ തൊഴുതൻ അമ്മേ 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 ഏട്ടാ എന്താ പറ്റി ഏട്ടാ? ഒരു ചെറിയ നെഞ്ഞുവേദന, ആകെ തളരുന്നത് പോലെ. നമുക്ക് ഹോസ്പിറ്റലിൽ പോയാലോ? വേണ്ട മോനെ, ഇപ്പം നല്ല ആശ്വാസം തോന്നുന്നു. എൻ്റെ വീടിനടുത്താ. മോന് പറ്റുമെങ്കിൽ എന്നെ അവിടെ വരെ എത്താനൊന്ന് സഹായിച്ചാൽ മതി. ഓ അതിനെന്താ, ഞാൻ വരാം. ഞാൻ ഈ വണ്ടി ഒന്ന് സൈഡാക്കട്ടെ, ചേട്ടൻ ഇവിടെ പിടിച്ചു നിന്നാ മതി. ചേട്ടൻ എവിടെ പോയതായിരുന്നു? ഞാൻ വെറുതെ ഒന്ന് നടക്കാൻ ഇറങ്ങിയതാ. ഇങ്ങനെ ഇതൊന്നും ആദ്യമായിട്ടാ. ദാ ഈ കാണുന്ന വീടിൻ്റെ അപ്പുറം എൻ്റെ വീട്. അയ്യോ, എന്താ പറ്റിയേ? ഒന്നുമില്ലപ്പാ, ചെറിയൊരു നെഞ്ഞവേദന. അമ്മ പേടിക്കണ്ട, ഞാൻ കാണുമ്പോ ആ വഴിയിൽ തളർന്നിരിക്കുകയായിരുന്നു. എന്തു പറ്റിയച്ചാ? കുറച്ച് വെള്ളം. എന്താ പറ്റിയച്ചാ? അറിയില്ലടാ, ചെറിയൊരു നെഞ്ഞുവേദന. പേടിക്കണ്ട, വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. ഞാൻ ഒരു സുഹൃത്തിനെ കണ്ടുവരുന്ന വഴിയാ, അപ്പോഴാ അച്ഛനെ. ഇവളകത്ത് നിന്ന് പറയുക സീരിയല് സിനിമയിൽ അഭിനയിച്ച് നിതിനേട്ടൻ വന്നിട്ടുണ്ടെന്ന്. ഞങ്ങൾ ആകെ അത്ഭുതപ്പെട്ടു. ഇവരെല്ലാരും നിങ്ങളെ വലിയ ഫാനാട്ടാ. ഞാനെന്നും മോന്റെ സീരിയൽ കാണാറുണ്ട് കേട്ടാ. കയറി വരുമ്പം വെപ്രാളത്തിനിടയിൽ മോന്റെ മുഖം ഞാൻ ശ്രദ്ധിച്ചില്ല. അതൊന്നും കുഴപ്പമില്ലമ്മേ, ഞാനും അമ്മയുടെ മോനെ പോലെ തന്നെയല്ലേ. പിന്നെ സിനിമയും സീരിയലൊക്കെ എന്റെ ജോലിയുടെ ഭാഗം മാത്രമാണ്. ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല, ഇത്രയും വലിയ സെലിബ്രിറ്റി ഞങ്ങൾക്കൊപ്പം ഞങ്ങളുടെ വീട്ടിൽ. ഒരു സെൽഫി. ഓ അതിനെന്താ. ഞാൻ തിരുവനന്തപുരം ഷൂട്ടിന് പോകുന്ന വഴിയാ. ട്രെയിനിന് സമയമായി.
ഞാനെന്ന് ഇറങ്ങുവാണേ. അല്ല, എന്തെങ്കിലും കഴിക്കാണ്ട്? അല്ലപ്പ നമ്മളെ വീട്ടിൽ ആദ്യമായിട്ട് വന്നല്ലേ, എന്തെങ്കിലും കഴിക്കാണ്ട്. അയ്യോ സന്തോഷം. ഇപ്പൊ ഒന്നും വേണ്ട, ട്രെയിൻ മിസ്സാവും, അതുകൊണ്ടാ. എന്തായാലും വലിയ ഉപകാരം. ഈ തിരക്കിട്ട യാത്രയിലും നമുക്ക് വേണ്ടി സമയം കണ്ടെത്തിയില്ലേ. അങ്ങനെ ഒന്നും ചിന്തിക്കണ്ട. അതുകൊണ്ട് നിങ്ങളെയൊക്കെ കാണാനും പരിചയപ്പെടാനും ഒക്കെ സാധിച്ചില്ലേ. അയ്യോ അച്ഛാ, അയ്യോ അയ്യോ അച്ഛാ. ഇദ്ദേഹത്തെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണം. വണ്ടിയില്ലേ ഇവിടെ? ഇവിടെ വണ്ടിയില്ല, അടുത്ത ജംഗ്ഷനിൽ പോലെ വണ്ടി കിട്ടും. എങ്കിൽ വാ, നമുക്ക് ജംഗ്ഷനിൽ പോയി നോക്കാം. ഒഴിവാക്കാൻ പറ്റാത്ത യാത്രയായി പോയി. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ കൂടെ വന്നേനെ. ഈ ഒരു അവസരത്തിൽ നിങ്ങളെ തനിച്ചുവിടാൻ എനിക്കും പ്രയാസമുണ്ട്. അയ്യോ, സ്വന്തം അച്ഛനമ്മമാർക്ക് വേണ്ടി പോലും സമയം ചെലവഴിക്കാൻ പഠിക്കുന്ന മക്കളുള്ള ഈ കാലത്ത് ഇത്രയും തിരക്കിനിടയിൽ നമുക്ക് വേണ്ടി സമയം മാറ്റി വെച്ചില്ലേ, അതന്നെ വലിയ ഭാഗ്യം. തിരക്കൊക്കെ ഒഴിഞ്ഞ് ഇതുവഴി പോകുമ്പോൾ വീട്ടിലേക്കൊന്ന് വരണം. അത് എല്ലാവർക്കും വലിയ സന്തോഷമായിരിക്കും. തിരക്കൊക്കെ ഒഴിഞ്ഞ് ഇതുവഴി പോകുമ്പോൾ വീട്ടിലേക്കൊന്ന് വരണം. അത് എല്ലാവർക്കും വലിയ സന്തോഷമായിരിക്കും. ഏട്ടാ, ഏട്ടോ. ആരാ? എന്താ? ഇവിടുത്തെ അദ്ദേഹം. ആ, കയറിയിരിക്ക്, വിളിക്കാം. എന്നെ മനസ്സിലായോ? ഞാനെന്ന്. ഓ മോനോ? ഞാൻ ഇതുവഴി വന്നപ്പോൾ ഒന്ന് കയറിയിട്ട് പോകാമെന്ന് കരുതി. എന്റെ ജീവൻ ബാക്കി തന്നിട്ട് ദൈവം ഞങ്ങളുടെ കുടുംബത്തിന്റെ ഏക ആശ്രയമായ മോന്റെ ജീവിതം കൊണ്ടാ പോയത്. ഏട്ടാ, എനിക്ക് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. അന്ന് എന്നെ ആശുപത്രി എത്തിക്കാൻ ഓട്ടോ പിടിച്ച് തിരിച്ചു വരുന്ന വഴി എന്റെ പൊന്നു മോൻ
ഏട്ടാ ഏട്ടാ എൻ്റെ അച്ഛൻ എന്നെ വിട്ടുപോയി. ഇനി ഈ മോൾക്ക് ഒരിക്കലും അച്ഛനെ കാണാനും സംസാരിക്കാനും പറ്റൂലല്ലേ? മോളെ, ഒരു വഴിമധ്യേ ഉണ്ടായ പരിചയം, അല്ലാതൊരു ബന്ധവുമില്ല. എന്നിട്ടും ഏതോ ഒരു ആത്മബന്ധം പോലെ ഈ കുടുംബത്തിൻ്റെ നോവ് എന്നെ വല്ലാതെ തളർത്തുന്നു. ഒരുപക്ഷെ അന്ന് ട്രെയിൻ സമയം അതിക്രമിച്ചില്ലായിരുന്നെങ്കിൽ ഞാനും ആ മനുഷ്യനൊപ്പം ആ യാത്രയിൽ പങ്കുചേരുമായിരുന്നു. അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ ആ അപകടത്തിൽ ഞാനും ഇനി ഈ മോൾക്ക് ഒരിക്കലും അച്ഛനെ കാണാനും സംസാരിക്കാനും പറ്റൂലല്ലേ? നിഷ്കളങ്കമായ ആ കുഞ്ഞു മനസ്സിന് മുന്നിൽ ഏത് സാന്ത്വന വാക്കാണ് ഞാൻ പറയേണ്ടത്? മരണമെന്ന സത്യത്തോടൊപ്പം ചേർന്നവരാരും ഇന്നേവരെ തിരിച്ചു വന്നിട്ടില്ലെന്ന്, അതോ അവളുടെ അച്ഛന് ഇനിയൊരു തിരിച്ചു വരവില്ലെന്ന യാഥാർത്ഥ്യമോ? വാർദ്ധക്യത്തിൽ അച്ഛനമ്മമാർക്കും കുടുംബത്തിനും തണലായി മാറേണ്ട മക്കൾ ഒരു പടുതിരുപോലെ അണയുമ്പോൾ ആശ്രയമറ്റു പോകുന്ന ജീവിതങ്ങളുടെ കണ്ണീർ പറ്റാത്ത മുറിവിൻ്റെ വേദനയും നെഞ്ചിലേറ്റി പിടയുന്നവർക്കിടയിൽ ക്ഷണിക്കാതെ കടന്നുവന്ന് ജീവൻ്റെ ഭാഗമായി പതിയെ പടിയിറങ്ങിപ്പോകുന്ന സ്വന്തമല്ലാത്ത വിരുന്നുകാരനെ പോലെ ഒരു യാത്ര പോലും പറയാനാവാതെ ഞാനും